നിലയ്ക്കലേക്ക് ഒന്ന് പോകാം. അവിടെ അഭിലാലുണ്ട്. അഭിലാൽ, ഹരിയോടും അനന്തനോടും കണ്ണനോടും ഒക്കെ സംസാരിക്കുമ്പോൾ ഒരു തീർത്ഥാടന കാലത്താണ് നമ്മൾ ശബരിമലയിൽ ഇങ്ങനെ ഒരു ഒഴുക്ക് കാണുക. പക്ഷേ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ നിരവധി ആളുകളാണ്, ഭക്തരാണ്, അഭ്യുദയകാംക്ഷികളാണ് എത്തുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് ശബരിമലയുടെ പുരോഗതി, ക്ഷേത്ര വികസനം ഇത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഇപ്പോൾ പല കോണുകളിൽ നിന്നുമുള്ള ആളുകൾ അവിടേക്ക് എത്തുന്നുമുണ്ട്. ജയലക്ഷ്മി, നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. പത്തനംതിട്ട ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളുടെ വരവാണ്. നിലയ്ക്കൽ എക്സിറ്റിലാണ് ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 ലൈനായി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. അതിൽ ഡെലിഗേറ്റ്സിൻ്റെ വാഹനങ്ങളാണ് ദൃശ്യങ്ങളിൽ വലതുഭാഗത്തു കൂടി കടന്നു വരുന്നത്. ഇടത് സൈഡിൽ വരുന്നത് തീർത്ഥാടക വാഹനങ്ങളാണ്. 2 വാഹനങ്ങളും ഇവിടെ ചെക്കിംഗ് പോയിന്റ്, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ചെക്കിംഗ് പോയിന്റ് ക്രമീകരിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ഒരു വലിയ നിര തന്നെ ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ആവർത്തിച്ച് വിലയിരുത്താൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് ക്രമീകരണങ്ങൾ പോലീസ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ഡെലിഗേറ്റ്സിനുള്ള പാസും അതോടൊപ്പം തന്നെ VIP, VVIP, സ്പെഷ്യൽ ഇൻവൈറ്റീവ് പാസുകൾ അടക്കം ഇവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ 1 മണിക്കൂർ സമയത്തിനിടയിൽ 75ഓളം സ്പെഷ്യൽ ഇൻവൈറ്റീസ് അടക്കമുള്ള ആളുകൾ സംഗമസ്ഥാനത്തേക്ക് കടന്നു പോയിട്ടുണ്ട്. അതേസമയം തന്നെ ഭക്തരുടെ വാഹനങ്ങൾ കൂടി പമ്പയിലേക്ക് കടത്തിവിടുന്നുണ്ട്. പക്ഷേ അവയ്ക്ക് ഒന്നും തന്നെ പമ്പയിൽ നിലവിൽ പാർക്കിംഗ് അനുവദിച്ചിട്ടില്ല. അതേസമയം കൂടുതൽ ആളുകൾ എത്തുന്നതിന് അനുസരിച്ച് ഡെലിഗേറ്റ്സിന്റെ വാഹനങ്ങൾ കൂടി നിയന്ത്രണം, പമ്പയിലേക്ക് കടത്തിവിടുന്നതിനടക്കം നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ആളുകൾ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിനായിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ തന്നെ നിലയ്ക്കലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. വാഹനങ്ങളെ ചെക്ക് ചെയ്ത ശേഷമാണ് കടത്തിവിടുക. അവിടെ നിലയ്ക്കൽ നിന്നാണ് ഈ ഒരു പാസ് കൊടുത്തു വിടുക. എന്തായാലും ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം അത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ട് എങ്കിലും ശബരിമലയുടെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട്, പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സംഗമമാണിത്. 3500-ലേറെ ഡെലിഗേറ്റ്സ് ആണ് പങ്കെടുക്കുന്നത്.